ലിസബത്ത് വെല്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ മക്കാന സീഡിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ധാരാളം ഗുണങ്ങളുള്ളൊരു സീഡാണ് മക്കാന. അപ്പോൾ ഞാൻ ഈയിടെയാണ് ഈ മക്കാന സീഡിനെ കുറിച്ച് അറിയുന്നത്. ഇനി മക്കാന എന്താണെന്ന് പറയാം. ഇത് വാട്ടർ ലില്ലി എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ സീഡാണ്. പക്ഷെ പലരും തെറ്റിദ്ധരിച്ചിട്ട് ലോട്ടസ് സീഡാണെന്ന് പറയുന്നുണ്ട്. ലോട്ടസ് സീഡല്ല. എനിക്ക് തോന്നുന്നത് ഇത് ആമ്പലാണെന്നാണ്. വാട്ടർ ലില്ലി എന്ന് പറയുന്നത് ആമ്പലിനാണ്. കാരണം ഇതിൻ്റെ പൂവ് കണ്ടാലും ആമ്പൽ പൂ പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ എന്നാലും ഒരു സംശയമുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ ഇലയ്ക്കൊക്കെ കുറച്ചൊരു മാറ്റങ്ങളുണ്ട്. പിന്നെ ഫോക്സ് നട്ട് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്രയും ഗുണങ്ങളുള്ള വേറൊരു സീഡില്ല. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇതിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും എല്ലാം അടങ്ങിയിട്ടുണ്ട്. പിന്നെ മഗ്നീഷ്യം, കാൽസ്യം, ഫോസ്ഫറസ്, അയൺ, പൊട്ടാസ്യം, വൈറ്റമിൻ ബി, പിന്നെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റും ഉണ്ട്. ഇത് കൊളസ്ട്രോളിനും അതുപോലെ ഷുഗർ കുറയ്ക്കാനും ഫാറ്റി ലിവർ കുറയ്ക്കാനും എല്ലാം ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. പിന്നെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ നമ്മുടെ പ്രായം കുറയ്ക്കാനും എല്ലാം ഇത് സഹായിക്കും. അതുപോലെ മുടി പൊഴിച്ചിൽ, മുടി വളരാൻ, പിന്നെ പ്രിമച്ചർ ഗ്രേയിങ് ഒക്കെ ഉണ്ടല്ലോ, ഇതിനെല്ലാം ഇത് സഹായിക്കുന്നതാണ്. ഇത് മാത്രമല്ല വേറെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ ഇത്രയും ഗുണങ്ങൾ പറഞ്ഞു നിർത്തുകയാണ്. ഞാനിതിപ്പം ഡെയിലി കഴിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കഴിക്കുമ്പോൾ നമുക്ക് വലിയ ഇഷ്ടപ്പെടുത്തൊന്നുമില്ല. ഒരു തെർമോക്കോൾ കഴിക്കുന്ന പോലെയൊക്കെ തോന്നും. പക്ഷേ കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ വെറുതെ ഇതിങ്ങനെ വറുത്ത് കഴിക്കുക. ഒത്തിരി അങ്ങനെ മൂപ്പിക്കരുത്. ജസ്റ്റ് ഒരു ക്രിസ്പി ആവണം, അത്രയേ ഉള്ളൂ. ആ രീതിയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് കളർ മാറും, അങ്ങനെ വറുത്തെടുക്കുക. എന്നിട്ട് കഴിച്ചാൽ നല്ലതാണ്. ഇപ്പോൾ ഇത് കഴിക്കാനായിട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. പോപ്കോണൊക്കെ കഴിക്കണ പോലെ തോന്നും. ആ ഉപ്പിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ നമ്മൾ ഓയിലോ ഗീയോ ഒന്നും ചേർക്കാതെ വറുക്കുമ്പം കുറച്ചധികം ഉപ്പിടണം. എന്നാലാണ് ഇതിൽ പാകത്തിന് ഉപ്പ് പിടിക്കുക. ഇനി ഓയിലും ഗീയും ഒക്കെ ചേർത്ത് വറുക്കുമ്പം അതിന് കൂടാനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഈ വറുക്കുന്ന പോലെ നിങ്ങൾക്ക് വറുത്തെടുക്കാം. ഇത് പല രീതിയിലും നമുക്ക് കഴിക്കാം. ഇതുപോലെ വറുത്തെടുത്തിട്ട് കഴിക്കാം. പിന്നെ ഓയിൽ ചേർത്ത് വറുക്കാം, ഗീ ചേർത്ത് വറുക്കാം, പിന്നെ മുളക് പൊടി ഇടാം, കറിവേപ്പിലയൊക്കെ ചേർത്ത് അങ്ങനെയും വറുത്ത് കഴിക്കാം. കടലയൊക്കെ വറുക്കുന്നില്ലേ, ആ രീതിയിൽ. ഇപ്പോൾ വറുത്ത് നമ്മളൊരു ടിന്നിനകത്തിട്ട് അടച്ചു വെച്ചാൽ അത് കുറേ ദിവസം ഇരുന്നോളും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കഴിക്കാം. പിന്നെ ഇങ്ങനെ മാത്രമല്ല, നമുക്കിത് വറുത്തിട്ട് തൈരിനകത്ത് ചേർത്ത് കഴിക്കാം. പിന്നെ വെജിറ്റബിളൊക്കെ അരിഞ്ഞ് സാലഡായിട്ട് കഴിക്കാം. അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് കഴിക്കാം. എന്തായാലും നല്ല ഗുണങ്ങളുള്ളതാണ്. ഇത് വെച്ചിട്ട് ഒരു കറി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അതും കാണിച്ചു തരാം. പിന്നെ കറി വയ്ക്കുകയാണേലും എന്ത് ചെയ്താലും നമ്മൾ ഇതുപോലെയൊന്ന് വറുത്തിട്ട് മാത്രമേ കറി വയ്ക്കാവുള്ളൂ. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ഇങ്ങനെ കരിച്ചൊന്നും എടുക്കരുത്. ഒരു ലോ ടു മീഡിയം അതിലിട്ടിട്ട് വേണം നമ്മൾ ചെറുതായിട്ടിങ്ങനെ വറുത്തെടുക്കാനായിട്ട്. ഒത്തിരി നേരമൊന്നും വറുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കളർ മാറും. നമ്മൾ ഇടയ്ക്ക് ഒരെണ്ണമൊക്കെ എടുത്ത് നോക്കണം ഇത് റെഡിയായോ എന്ന്. അപ്പോൾ നമുക്കറിയാം, ഇങ്ങനെ കൈ കൊണ്ട് ഞെക്കുമ്പോൾ അത് നല്ല പൊടിഞ്ഞു വരും. വലിയ ഒരെണ്ണം കഴിച്ച് നോക്കുമ്പോൾ അറിയാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. ഇപ്പോൾ പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി കൂടുതൽ വറുത്ത് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി എങ്ങനെയാണ് കറി തയ്യാറാക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഇനി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് മല്ലിയില വേണം. എരിവിനാവശ്യത്തിന് നമ്മൾ പച്ചമുളകാണ് അധികം ചേർക്കുന്നത്. പിന്നെ പേരിന് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, പിന്നെ ഒരു 8 നട്ട്സ് വേണം. അത് വെള്ളത്തിലൊന്ന് കുറച്ച് നേരം നമ്മൾ സോക്ക് ചെയ്യണം. പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര സാധനങ്ങൾ കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം ഈ തക്കാളി ഒന്ന് അരച്ചെടുക്കണം. നല്ലപോലെ അരച്ചെടുക്കാം. അതിനുശേഷം തൈരും നട്ട്സും കൂടെ നല്ലതുപോലെ അതും അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഓയിൽ ചൂടായോ എന്നറിയാനായിട്ട് നമ്മൾ കുറച്ച് കടുകും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ
നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റാം. ഈ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും. ഇനി ഉള്ളി നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. എന്നൊരു 3/4 മൂപ്പാകുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ മല്ലിപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. മല്ലിപ്പൊടിയും ചേർത്തിട്ട് പിന്നെ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് ചുവന്ന് വരണം. അപ്പോഴാണ് നമ്മൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഉള്ളി ഒരുവിധം മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് കിട്ടുമല്ലോ. ഇപ്പോൾ മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കുറച്ച് സമയം ഒന്ന് വഴറ്റണം. അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം. ആ തക്കാളിയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളി നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചച്ചുവയെല്ലാം മാറി അതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും നമ്മൾ മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നട്ട്സും തൈരും ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് മക്കാനയാണ് എടുക്കുന്നത്. വറുത്ത് മുഴുവനും എടുക്കുന്നില്ല, 2 കപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ. പാകത്തിന് വെള്ളം ഒഴിക്കുക. ആ വെള്ളത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ മസാല നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് മക്കാന ചേർത്ത് കൊടുക്കുകയാണ്. മക്കാന ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. ഒത്തിരി അങ്ങനെ തിളച്ച് വേവാനൊന്നുമില്ല. അങ്ങനെ കഴിക്കുമ്പോൾ അത് വെന്ത് ഇങ്ങനെ ചുരുങ്ങി പോവും. അപ്പോൾ ഒന്ന് തിളച്ചാൽ മതി. തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇടയ്ക്ക് നമ്മൾ ലാസ്റ്റ് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മക്കാന കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും പൂരിക്കും അപ്പത്തിനും പറ്റിയൊരു നല്ല കറിയാണ്. അതുപോലെ തന്നെ ഈ കറി വെച്ചിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ആ ബിരിയാണിക്ക് പറ്റിയൊരു കറിയും കൂടി ചെയ്ത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളി വറുത്ത് ചേർക്കണം. അതുപോലെ കുറച്ച് നെയ്യും ചേർക്കണം. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നല്ലൊരു കറിയാണിത്. ഇതിൻ്റെ ടേസ്റ്റ് അല്ല നമ്മൾ നോക്കേണ്ടത്, ഇതിൻ്റെ ഗുണമാണ്. അപ്പോൾ എല്ലാവരും ഇത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനിതിപ്പം ഡെയിലി കഴിക്കുന്നുണ്ട്. കുറേശ്ശെ കഴിച്ചാൽ മതി, ഒത്തിരി കഴിക്കണം എന്നൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.